നിങ്ങൾ രണ്ടുപേര് വരുന്നുണ്ട്, ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. ജനങ്ങൾ ഏതായാലും നിങ്ങളുടെ കൂടെയാണ്, മോദിയുടെ കൂടെ അല്ലല്ലോ. ജനങ്ങൾ 90% മോദിയുടെ കൂടെയാണ്, അല്ല മോദിയുടെ കൂടെ അല്ല, നിങ്ങളുടെ കൂടെയാണ്. മോദി എന്തോ തട്ടിപ്പ് കാണിച്ച് EVM-ൽ കൃത്രിമമൊക്കെ കാണിച്ചിട്ട് അധികാരത്തിൽ വന്നിരിക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് വേണ്ട, ന്യൂനപക്ഷങ്ങളുടെ മൊത്തം വോട്ട് നിങ്ങൾക്ക് കിട്ടും. ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ട്, അത് നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കന്യാകുമാരി മുതൽ വൈഷ്ണോദേവി കാണാം. രാഹുലിന്റെ വിശദീകരണം TG അത് ആ ശക്തി എന്ന് ഉദ്ദേശിച്ചത് മോദിയെയാണ്. അന്ന് മോദി എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ശക്തി എന്ന് പറയുന്നത്? ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു മേജർ കമ്പോണൻ്റ് ആണോ മോദി? ഹിന്ദു ധർമ്മമേ ഏക് ശക്തി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹിന്ദു ധർമ്മത്തിനൊരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് ഞാൻ നേരിടുന്നത്, അതുമായിട്ടാണ് യുദ്ധപ്രഖ്യാപനം. ലഡായി ചൽ രഹി ഹേ, ഇതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നെ അത് മോദിയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹിന്ദു ധർമ്മത്തിൽ മോദിക്ക് എന്ത്? മോദിയും ഒരു ഹിന്ദുവാണോ എന്നുള്ളതല്ല, അതികവിഞ്ഞ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ശക്തിയാണോ മോദി? അങ്ങനെയാണെന്നാണോ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നത്? എനിക്കത് മനസ്സിലായത് ശക്തി എന്ന് പറഞ്ഞാൽ ആദിപരാശക്തി ഹിന്ദുക്കളുടെ. ഹിന്ദു ധർമ്മം എന്നുള്ള വാക്ക്, അതിൽ നിന്നാണ് ഈ ശക്തി ഉണ്ടാകുന്നത്. ഹിന്ദു ധർമ്മമേ ശക്തി ഹേ, ഉസ് ശക്തി സേ ഹമാരി ലഡായി ഹേ. ഇതാണ് അദ്ദേഹം ബോംബെയിൽ പറഞ്ഞത്. പറ്റിയാൽ ഈ ഭാരതത്തിലെ ദേവീക്ഷേത്രങ്ങൾ മുഴുവൻ ഇവർ ബോംബ് വെച്ച് തീർക്കും കോൺഗ്രസ്സുകാർ. ഹിന്ദുവിനെ വഴിയിൽ കണ്ടാൽ വെട്ടിക്കൊല്ലും, ഒരു ദയയും മയവും ഉണ്ടാവില്ല. വെട്ടാൻ നേരത്ത് എന്നെ വെട്ടല്ലേ അനൂപേന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ അനൂപ് പറയും, എടാ ബിൽക്കിസ് ബാനുവിന് ഓർമ്മയുണ്ടോ നിനക്ക്? ബിൽക്കിസ് ബാനു ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കഴുത്ത് വെട്ടും. അതാണ് ഈ ടീമിൻ്റെയൊക്കെ പ്ലാൻ. അത് വരികയും ചെയ്തു. എന്നിട്ട് സമാപനത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ആ ശക്തി പ്രയോഗമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് TG മോഹൻദാസ് പറഞ്ഞത്. അതിനുകൂടി ചേർത്തുള്ള മറുപടി. രാഹുൽ പറയുന്നത് അത് മോദിയെയാണ് താൻ ഉദ്ദേശിച്ചത്, മറിച്ച് അത് വളച്ചൊടിക്കുകയായിരുന്നു എന്നാണല്ലോ. അതിനുകൂടിയുള്ള മറുപടി അനൂപ്. അല്ല, അദ്ദേഹം TG മോഹൻദാസ് എന്തിനാണ് ഇത്തരം ഒരു ഹേറ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തുന്നതാണ് ആലോചിക്കുന്നത്. ഹിന്ദുക്കളുടെ മുഴുവൻ കഴുത്ത് വെട്ടാൻ കോൺഗ്രസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹേറ്റ് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. ഹിന്ദുക്കളെ, ഹിന്ദു ധർമ്മത്തിന്റെ ശക്തിയെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ പരാശക്തിയാണ്. അല്ല, എന്ത് ഡൈവേർട്ട്? അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞെന്താ? വ്യാഖ്യാനം പാടില്ല, കൃത്യം ആ ഹിന്ദി വാക്ക് പറയൂ. ഞാൻ ഹിന്ദി വാക്ക് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് രാഹുൽ ഗാന്ധി വിശദീകരണം കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ എന്നിട്ട് പറയുന്നത് എന്താ? കോൺഗ്രസ്സുകാർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മുഴുവൻ കഴുത്തുവെട്ടാൻ നടക്കുകയാണെന്നാണ്. ഒരുപക്ഷെ CPM അഭിപ്രായമായിരിക്കും. ഇവിടെ ചർച്ച നടക്കുന്നത് എങ്ങനെയാ? ഈ ചർച്ചയിൽ അതല്ല, ഇവിടെ ഈ ചർച്ചയിൽ ജയചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്ന് മോഹൻദാസ് പറയുന്നു. രാഹുൽ ഗാന്ധി ജയചന്ദ്രൻ പറഞ്ഞതാണ് ശരി. ഇതിലൊന്നും അത്ഭുതമില്ല. ഇതിലൊന്നും കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. അല്ലല്ല, അദ്ദേഹം ആ രീതിയിലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാമായിരുന്നു. രാഹുൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ ശക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മോദിയെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എക്സിൽ. ഈ രാജ്യത്തെ ആളുകളുടെ കഴുത്തുവെട്ടും വേണ്ട, അതിന് വിശദീകരണം വേണ്ട. ക്ലിപ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സെക്കൻഡ്, TG പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷെ പിന്നീട് അദ്ദേഹം വിശദീകരണം നൽകിയ സ്ഥിതിക്ക് പിന്നെ അദ്ദേഹത്തെ മാനിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ഉദ്ദേശിച്ചത് മോദിയെയാണെന്ന്. അങ്ങനെ അദ്ദേഹം വിശദീകരണം നൽകിയല്ലോ. എങ്ങനെ മാനിക്കുന്നത്? എങ്ങനെ ഈ മോദി? ഞാൻ പറയുകയാണ്, ഞാൻ മഞ്ജുഷിനെ കൊല്ലും. എന്നിട്ട് ഞാൻ പിന്നെ പറയാണ്,
ഞാൻ മഞ്ജുഷിനെ അല്ല അനൂപിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അദ്ദേഹം വിശ്വസിക്കാൻ അദ്ദേഹം പറ്റുമോ ഇത്? കൃത്യമായി ഇക്കാര്യത്തിൽ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ജിസ് മഞ്ജുഷിനോട് ശക്തി കാ ശത്രുത मैंने ഉണ്ടെന്ന് उल्लेख എല്ലാവർക്കും किया അറിയാം. जिस ഞാൻ शक्ति से മഞ്ജുഷിനെ हम लड़ കൊല്ലുമെന്ന് रहे हैं പറയുന്നു. उस शक्ति പിടിക്കപ്പെട്ട് का കഴിയുമ്പോൾ, मुखौटा मोदी അല്ലല്ല, जी ഞാൻ है. മഞ്ജുഷല്ല, മഞ്ജുഷ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അനൂപിനെയാണ് ജയേന്ദ്രനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത് എവിടത്തെ മര്യാദയാ? അല്ല, ഇത് വലിയ ചർച്ചാ എന്ത് വിഷയമായ വ്യാഖ്യാനമാണ്? സ്ഥിതിക്ക് രാഹുൽ അതിന് കൃത്യമായ എങ്ങനെയാണ് ഈ വിശദീകരണം നൽകിയപ്പോൾ എനിക്ക് ഹിന്ദു തോന്നുന്നു ധർമ്മത്തിന്റെ ശക്തി, അദ്ദേഹം പറഞ്ഞ വിശദീകരണം ഹിന്ദു അതിന്റെ പേരിൽ ധർമ്മത്തിന്റെ അദ്ദേഹത്തിന് ഒരു ശക്തി ഇളവ് മോദിയാകുന്നത് കൊടുക്കാമെന്നാണ്. എങ്ങനെയാ? ശരി, അനൂപ് താങ്കളുടെ ന്യായം പറഞ്ഞ് നിർത്തിക്കോളൂ. ആ താങ്കളുടെ ന്യായം പറഞ്ഞ് നിർത്തിക്കോളൂ. വിശദീകരണമല്ല. എങ്ങനെ ഇളവ്? നിങ്ങൾ നേരെ പറഞ്ഞ അല്ല, കാര്യം മഞ്ജുഷേ, പിന്നെ നിങ്ങൾ ഞാൻ വളച്ചു കിട്ടുമ്പോൾ പറഞ്ഞതൊന്നും അതിനെങ്ങനെ ഇളവ് കൊടുക്കുന്നത്? അല്ല ഞാൻ ഒരു മിനിറ്റ് അല്ല, താങ്കൾ പറഞ്ഞതിന് പറഞ്ഞു, ഞാൻ ആ ജയചന്ദ്രൻ പറഞ്ഞതിനൊരു മറുപടി ഞാനത് പറഞ്ഞിട്ട് അങ്ങനെ നിർത്താം.